ഒരു അവിടെ ഉള്ള പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഏതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഒരു വീഡിയോ തയ്യാറാക്കി. ആ വീഡിയോയിൽ അപ്പോൾ എവിടെ പ്രോഗ്രാം ചോദിച്ചും ഇന്ന തളങ്കരയാണ്. തളങ്കര എന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയുടെ കുറി മായ്ക്കുന്നു, അതുപോലെ തന്നെ മുണ്ട് വലതു ഭാഗത്ത് നിന്ന് ഘടിപ്പിക്കുന്നു. അഖിലേന്ത്യാ തലത്തിൽ എന്തായാലും ഡിസ്പ്ലേസ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മണിപ്പൂരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ വോട്ട് ചെയ്യാൻ എങ്ങനെ പോകും? കാരണം പലരും താമസിച്ച സ്ഥലത്ത് നിന്ന് മാറേണ്ടി വന്നു, തിരിച്ചു വരാൻ എന്താണ് കഴിയില്ല. അപ്പം എനിക്ക് ഒരു നേരിട്ടൊരു അനുഭവം ഉണ്ടായി. കേരളത്തിൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടി കഴിഞ്ഞു പോയിരിക്കുകയാണ്. 2024 തെരഞ്ഞെടുപ്പിന് ശേഷം അത് പ്രഖ്യാപിച്ച കാലം മുതൽ തന്നെ, അല്ലെങ്കിൽ ഒരു മാസ കാലഘട്ടത്തെ ഒരു മഹോത്സവം, ജനാധിപത്യത്തിൻ്റെ മഹോത്സവം എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ഈ ഒരു എലക്ഷൻ കാലഘട്ടത്തിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ചർച്ചകളൊക്കെ ഇപ്പോൾ പത്രമാധ്യമങ്ങളിലൊക്കെ ധാരാളമായിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2019 എലക്ഷനേക്കാളും പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നൊക്കെ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇലക്ഷനെ ഒരു നിഷ്പക്ഷമായ ഒരു വിലയിരുത്തലിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. 71.27% 2024 ഒരു ഇലക്ഷന് കേരളത്തിൽ പോളിംഗ് ശതമാനമായിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇലക്ഷൻ പ്രഖ്യാപിച്ച കാലം മുതൽക്ക് തന്നെ ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ വായിച്ചറിഞ്ഞതാണ്. ഈ ഒരു സമയത്ത് തെരഞ്ഞെടുപ്പിനെ ഒരു നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ നമുക്ക് എങ്ങനെയാണ് വിലയിരുത്താനും, അല്ലെങ്കിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് എങ്ങനെ വിശദീകരിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കേരളത്തിലെ ഘട്ടം അവസാനിച്ചല്ലോ. ഈ ഒരു ഘട്ടത്തിൽ എല്ലാവരും അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസാരം പെട്ടെന്ന് തീരും തോന്നുന്നില്ല. കാരണം ജൂൺ വരെ ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുമ്പോൾ അതിന് കുറേ പോസിറ്റീവായ എലമെൻറ്റുകളുണ്ട്. അതോടൊപ്പം സ്വാഭാവികമായും ഉണ്ടാകാവുന്ന നമ്മൾ നോട്ട് ചെയ്യേണ്ട, തിരുത്തേണ്ട ചില കാര്യങ്ങളും ഇപ്രാവശ്യമുണ്ട്. അപ്പോൾ അത് രണ്ടും നമുക്ക് സൂചിപ്പിച്ച് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, പൊതുവേ നമ്മുടെ പിന്നെ തെരഞ്ഞെടുപ്പ് 2-3 രൂപത്തിലാണ് വരാറുള്ളത്. ഒന്ന് ലോക്സഭ, മറ്റൊന്ന് നിയമസഭ, മറ്റൊന്ന് പഞ്ചായത്ത്. അതിൽ പിന്നെ ലോക്സഭൻ്റെ പഞ്ചായത്തായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ വാശിയും വീറുള്ള ഒരു തെരഞ്ഞെടുപ്പ്. അതിൻ്റെ അത്ര തന്നെ പിന്നെ നിയമസഭയ്ക്ക് ഉണ്ടാവില്ല, അതിൻ്റെ അത്ര തന്നെ ലോക്സഭയ്ക്കും സാധാരണ ഉണ്ടാവാറില്ല. എന്നാൽ ഇപ്രാവശ്യം ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ആവേശം എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ലെങ്കിലും കുറച്ചൊക്കെ ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സക്രിയമായൊരവസ്ഥ ഇപ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മുടെ ഒരു ജനാധിപത്യ സംവിധാനം ഇപ്പോഴും ഇവിടെ വളരെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. പൊതുവെ ഒരു അരാഷ്ട്രീയവാദത്തിലേക്ക് നമ്മുടെ ആളുകൾ പോകുന്നുണ്ടോ, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിനോടൊക്കെ ഒരു മടുപ്പ് ബാധിച്ച്, നിരാശ ബാധിച്ച് ഉൾവലിയുന്നുണ്ടോ, മാളത്തിലേക്ക് ഒളിക്കുന്നുണ്ടോ ആളുകൾ എന്നൊക്കെയുള്ള ഒരു ആശങ്ക പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആശങ്കയൊക്കെ അസ്ഥാനത്താക്കുന്ന രീതിയിൽ തന്നെയാണ് പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭൂമിക നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഒരു 2 ഘടകങ്ങൾ ഈ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലുണ്ട്. ഒന്ന്, പിന്നെ കേരളത്തിൽ അതിശക്തമായ ചൂട്. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പോരുന്ന സമയത്ത് ഒരു കടയിൽ കയറി. അപ്പോൾ ആ കടയിൽ വളരെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു 10-60 വയസ്സായ ഒരാൾ പിന്നെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ കഴിഞ്ഞ ഇത്രയും വയസ്സിൻ്റെ ഇടയിൽ കേരളത്തിൽ ഇത്ര വലിയ ചൂട് ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അപ്പോൾ അതൊരു സത്യമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ചൂടുള്ള കാലാവസ്ഥ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് റമളാൻ മാസം, നോമ്പ്, ഇത് രണ്ടും ഉണ്ടായിരിക്കെ ആളുകളൊരു പൊതുവെ പകൽ സമയത്തൊന്നും പുറത്തിറങ്ങാൻ മടിക്കുന്ന സമയമായിരുന്നു. പക്ഷേ ഈ സമയത്തൊക്കെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികൾ, അവരുടെ കൂടെയുള്ള ആളുകളൊക്കെ പൊരി വെയിലത്തിൽ ജാതിയും റാലിയും പരിപാടിയും ഒക്കെ ആയിട്ട് ഇറങ്ങി നടന്നു എന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുക. കാരണം എന്താ വെച്ചാൽ നമ്മളിത് ടി വിയിലും ന്യൂസിലൊക്കെ ആണല്ലോ ഇത് കാണുക, പത്രത്തിലൊക്കെയാണ് കാണുക. പക്ഷേ ഇവർ ഓരോ ദിവസവും രാവിലെ ഇറങ്ങി ഈ വെയിലത്ത് നടക്കുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ എന്തൊക്കെ താല്പര്യങ്ങൾ ആർക്കൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും നമ്മുടെ രാഷ്ട്രീയ പ്രക്രിയയിൽ, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവരും ഇൻവോൾവായി എന്നത് നമ്മൾ കാണാതെ പോയിക്കൂടാ എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല, ഒരു 18 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തം
ഭാഗവാക്കായിട്ടുണ്ട്. അത് പിന്നെ ഒന്നുകിൽ വോട്ടിങ്ങിൽ ഭാഗവാക്കായി, അല്ലെങ്കിൽ ഇലക്ഷൻ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇതുപോലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ പരസ്യം മറ്റ് കാര്യങ്ങൾ എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉത്സവത്തിൻ്റെ ഒരു ഛായ തന്നെ പൊതുവേ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പിന്നെ ഒരു അത്ഭുതം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ബൂത്തിലും മുൻകാലത്തെ അപേക്ഷിച്ച് പിന്നെ 6 മണിക്ക് ശേഷവും നീണ്ട ക്യൂ. അത് ചില സ്ഥലത്തൊക്കെ 10-11 മണി വരെയൊക്കെ പോയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. 6 മണിക്ക് ടോക്കൺ കൊടുക്കുമ്പോൾ 400 ടോക്കൺ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൽ വരി നിന്ന ആളുകളും അത് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഒരു പുതിയ അനുഭവമാണ് ശരിക്കും. അപ്പോൾ എല്ലാവരും ന്യായമായി വിചാരിച്ചു എന്ത്, ഒരു വമ്പൻ ശതമാനമായിരിക്കും ഇപ്രാവശ്യത്തെ പിന്നെ പോളിങ്ങിൽ ഉണ്ടാവുക എന്നെല്ലാവരും വിചാരിച്ചതാണ്. പക്ഷെ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സംഗതിയാണ് പിന്നെ നമ്മൾ കാണാൻ പറ്റിയത്. ഞാൻ രാത്രി പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു 10 മണി സമയത്ത് ന്യൂസ് നോക്കുമ്പോൾ പിന്നെ ഈ ശതമാനം കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും 6% അല്ലേ പിന്നെ കുറവാണ്. 71 പോയിൻ്റാണല്ലോ വന്നത് അല്ലേ, 72. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെന്ത് വെച്ചാൽ നാളത്തെ പത്രത്തിൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഇത് ചേഞ്ച് ചെയ്യും. കാരണം ഇത്രയും പ്രദേശങ്ങളിൽ വൈകുന്നേരം വോട്ട് ചെയ്തതിൻ്റെ കണക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഈ ക്യൂവിൽ നിൽക്കുന്ന ആളുകളാണല്ലോ കൂടുതലുണ്ടെന്ന് പറഞ്ഞ് 6 മണിക്ക് ശേഷം. അപ്പോൾ ആ റിപ്പോർട്ട് കൂടെ വരുമ്പോൾ ഇതെന്ത് ചെയ്യും, ടാലി ചെയ്ത് പോകുമെന്നൊരു ആശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം പത്രം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പിന്നെയും കാണുന്നത് എന്ത് തന്നെയാണ്, അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നതൊരു വസ്തുതയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ വോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കാര്യമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൊത്തം ടോട്ടൽ വോട്ട് വെച്ചിട്ടാണല്ലോ ശതമാനം കാണുക. അപ്പോൾ ഈ ടോട്ടൽ വോട്ടിൽ പെടുന്നതാണെന്ത്, യഥാർത്ഥത്തിൽ പിന്നെ ഇരട്ട വോട്ടുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ചുരുങ്ങിയതൊരു 5-6 ലക്ഷം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നൊരു വിവരം. കാരണം പിന്നെ അത് എവിടെയെങ്കിലും ഒരിടത്തിൽ പോൾ ചെയ്യപ്പെടുള്ളൂ, രണ്ടിടത്ത് എന്തായാലും ചെയ്യൂല. അപ്പോൾ ഒരിടത്ത് പോൾ ചെയ്യും, മറ്റിടത്ത് അവരെന്ത് ചെയ്തു, അതിന് ഒഴിവാക്കേണ്ടതാണ്. ശരിക്കും പിന്നെ ഈ വോട്ടർ പട്ടിക ക്രമീകരിക്കുന്നതിൽ ഇപ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ ന്യൂനതകൾ വന്നിട്ടുണ്ട്, അശ്രദ്ധ കുറവുകൾ വന്നിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ടേമിൽ അങ്ങനെയല്ല, അത് കുറച്ചുകൂടെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് 2,77,49,159 വോട്ടർമാരാണ് മൊത്തത്തിലുള്ളത്. അതിൽ 1,97,48,714 കോടി ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശതമാനം നോക്കിക്കൊണ്ട് ഒരു നിരാശയിലേക്ക് പോകേണ്ടതില്ല. എന്നാൽ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതൽ വോട്ട്, പിന്നെ പുതിയ വോട്ടർമാർ ചേർന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഉണ്ട് ആശ്വസിക്കാവുന്ന ഒരു വോട്ട് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പിന്നെ കേരളത്തിൽ നിന്ന് പ്രാവശ്യം പിന്നെ ഓരോ വർഷം മുന്നോട്ട് പോകുമ്പോൾ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ പഠിക്കാൻ വേണ്ടി പുറത്തുപോയ കുട്ടികൾ ധാരാളം ഉണ്ടാവും. അപ്പോൾ അവർക്ക് വരാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ പ്രവാസികളെ കാര്യം പറയും വേണ്ട, അങ്ങനത്തെ ആളുകളൊക്കെ ലിസ്റ്റിൽ എന്തുണ്ട് ഉണ്ട്. അപ്പോൾ നാട്ടിൽ ശരിക്കും ലൈവായി ഉണ്ടായിക്കൊണ്ട് ബോധപൂർവ്വം വോട്ട് ചെയ്യാതെ പോയി എന്ന് പറയുന്ന ആളുകൾ വളരെ ന്യൂനപക്ഷമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചില മുന്നണികളോടൊപ്പം പ്രവർത്തിക്കുന്ന അതിനോട് അനുഭാവമുള്ള ആളുകൾ തന്നെ ആ മുന്നണികളോട് ഏതെങ്കിലും നിലക്ക് ഒരു വിപ്രവൃത്തി എങ്കിൽ അത് തെളിയിക്കാൻ വേണ്ടി മറ്റേ കക്ഷിക്ക് പോയി വോട്ട് ചെയ്യാൻ കഴിയില്ല, മറ്റേ ചിഹ്നത്തിൽ പോയി കുത്തുള്ള ഒരു മാനസിക ധൈര്യം ഉണ്ടാവില്ല, ഇവർക്ക് കൊടുക്കാൻ ചിലപ്പോൾ കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കാണെങ്കിൽ ആ ഭരണത്തിനോടുള്ള ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ടല്ലോ, അത് സ്വന്തം ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ സാധാരണക്കാരനായ ഒരാൾ, അയാളെ ടാക്സ്, അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ അയാളെ പേഴ്സണലായിട്ട് ബാധിക്കുന്ന വിഷയമാണല്ലോ. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവനവനെ ബാധിച്ച ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ ആൾക്ക് പ്രതികരിക്കാനുള്ളൊരു സമയമാണിത്. അപ്പോൾ എതിർകക്ഷിക്ക് കൊടുക്കാനും കഴിയില്ല, എന്നാർക്കും കൊടുക്കണ്ട എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഒരു നിരാശപ്പെട്ടോ അല്ലെങ്കിൽ പ്രതിഷേധാർഹമായിട്ടൊക്കെ ചില ആളുകൾ നിന്നേക്കാം, അത്രേ ഉണ്ടാവുള്ളൂ. അല്ല, പൊതുവെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ ഈ പോളിംഗ് ഇങ്ങനെ ക്യൂ നീണ്ട് കാര്യങ്ങളൊക്കെ പോയപ്പോൾ കൂടുതൽ ചർച്ച വന്നത് അത് നടത്തിപ്പിൽ വന്ന തകരാറുകളാണോ എന്നതാണ്. അതും ഇവിടെ ഒന്ന് നമ്മൾ ചർച്ച ചെയ്ത് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യം പിന്നെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വിവരം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സുകൾ, കാര്യങ്ങൾ, ട്രെയിനിങ്ങുകളൊക്കെ
ആ ട്രെയിനിങ്ങുകളൊക്കെ പിന്നെ കുറേ നല്ല രീതിയിൽ തന്നെ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല പ്രാവശ്യം ഈ സോഷ്യൽ മീഡിയ സൗകര്യമുള്ളത് കൊണ്ട് ട്രെയിനിങ് കഴിഞ്ഞ ശേഷവും ചെറിയ ചെറിയ വീഡിയോസ്, ഒരു കാര്യം പിന്നെ ഒരു കാര്യം ഒറ്റക്കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ് 2 മിനിറ്റ് 4 മിനിറ്റൊക്കെയുള്ള വീഡിയോസ് ഓരോ സാധനത്തിനെ പറ്റിയും, മോക്ക് പോൾ എങ്ങനെ നടത്താം, പിന്നെ ഇതെങ്ങനെ പൂരിപ്പിക്കാം, ഓരോ ഫോം എങ്ങനെ പൂരിപ്പിക്കാം, അതുപോലെ തന്നെ EVM എങ്ങനെ കൈകാര്യം ചെയ്യാം, ഇതെങ്ങനെ കണക്ഷൻ കൊടുക്കാം എന്നുള്ളതൊക്കെ സീൽ ചെയ്യാം. ഇതൊരു ചെറിയ ചെറിയ പീസാക്കിയിട്ട് വളരെ ലളിതമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഉദ്യോഗസ്ഥന്മാർക്ക് വളരെയധികം നല്ല രീതിയിൽ പ്രയോജനപ്പെട്ടു എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലത് പറയാനും അതിൻ്റെ റിസൾട്ട് കൊടുക്കാനും ഒക്കെ പറ്റുന്ന. അപ്പോൾ അത് ആ ഇലക്ഷൻ കമ്മീഷനും അതിനോടുമായി ബന്ധപ്പെട്ട ഈ സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആ നിലക്കത് കൈകാര്യം ചെയ്തത് നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതുപോലെ തന്നെ പ്രത്യേകിച്ച് റവന്യൂ മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരാണല്ലോ ഇതിന്, അവരെ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് നമുക്ക് ഇലക്ഷൻ്റെ വോട്ട് ചെയ്യണം അന്നേ നമുക്ക് അതിനെക്കുറിച്ച് ഓർമ്മ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇവർ ഇതിലെന്താണ് എൻഗേജ്ഡാണ്. അപ്പോൾ ഒരു രാവും പകലില്ലാതെ ഊണുറക്കില്ലാത്തൊരവസ്ഥയും ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ സന്ദർഭത്തിൽ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ പ്രാവശ്യം ഉണ്ടായൊരു വിഷയം എന്താ വെച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. എല്ലാവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ മുമ്പൊക്കെ പോളിംഗ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള വോട്ടിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് ബാലറ്റ് പേപ്പറായിട്ട് വീട്ടിൽ വരിക ചെയ്യാം, എന്നിട്ട് നമ്മൾ വോട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യാം. ഇപ്രാവശ്യം എന്താണെന്ന് വെച്ചാൽ അത് മാറ്റിയിട്ട് പിന്നെ എവിടെയാണ് ഉദ്യോഗസ്ഥന്മാർ വോട്ട് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ പെട്ടെന്നൊരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നിടത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രയാസമുണ്ടായിട്ടുണ്ട്. അത് ആ 2 ട്രെയിനിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ട്. ആ 2 ട്രെയിനിങ്ങുകൾക്ക് ചെല്ലുന്ന സമയത്താണ് എങ്കിൽ ആദ്യത്തെ ട്രെയിനിങ്ങിന് കഴിയില്ല, അന്നാണ് അപേക്ഷ കൊടുക്കുക, പിന്നെ അപേക്ഷ അവിടെ സ്വീകരിച്ച് ബാലറ്റ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ എന്നാൽ 2ാമത്തെ ട്രെയിനിങ്ങിൻ്റെ ആ ദിവസത്തിലേക്ക് അത് കൃത്യമായി പ്ലാൻ ചെയ്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, അത് ചെയ്യാമായിരുന്നു. അതിന് പകരം അതിന് വേറെ പ്രത്യേക ഡേറ്റുകൾ കണ്ടു. അപ്പോൾ ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വന്നു എന്ന് വെച്ചാൽ ദീർഘമായ യാത്ര, ഒന്ന് ട്രെയിനിങ്ങിന് പോകണം, ട്രെയിനിങ്ങിന് പോയി തിരിച്ച് വരുന്നതോടു കൂടിയാണ് അടുത്ത മെസ്സേജ് വരുന്നത്, എന്ത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരണം. അതെവിടെ ഇപ്പോൾ പിന്നെ 80-100 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് വേണം വോട്ട് ചെയ്യാൻ പോകാൻ, ഒരൊറ്റ വോട്ട് ചെയ്യാൻ പോകാൻ. അപ്പോൾ അത് അന്യ ജില്ലകളിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് എങ്കിൽ അവരാണ് ഈ പ്രയാസം വല്ലാതെ അനുഭവിക്കുന്നത്. അതേ കോൺസ്റ്റിറ്റ്യുവൻസി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് EDC പ്രകാരം വോട്ട് ചെയ്യാം. പക്ഷേ മറ്റുള്ള ആളുകൾ നല്ല പ്രയാസം അനുഭവിക്കും. അപ്പോൾ നല്ല ജനാധിപത്യ ബോധമുള്ള ആളുകൾക്ക് മാത്രമേ ഇപ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, നല്ല റിസ്ക്. വോട്ടിന് വില ഉണ്ടെന്ന് പറയുമല്ലോ, മൂല്യമുള്ളതാണ് വോട്ട്, അത് നല്ല മൂല്യമുള്ളതാണ് എന്ത് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് പല ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ റിസ്ക് എടുക്കാൻ വിചാരിക്കാത്ത ആൾക്കാരൊക്കെ അതിന് പോകാൻ സാധ്യത കുറവാണ്. പിന്നെ അത് ആ കലക്ഷൻ സെൻറ്ററിൽ അന്ന് രാവിലെ അതിന് വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ അവിടെയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ആശയക്കുഴപ്പം പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അത് കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചാൽ ഈ പിന്നെ ബാലറ്റ് പേപ്പർ പിന്നെ പോസ്റ്റലിൽ വന്നിട്ട് അത് മിസ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. അത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സംഭവിച്ചതെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു വിശദീകരണം. അതായത് അതെന്ത് ചെയ്യും, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കൊടുക്കും, എന്നിട്ട് അവർ കൊണ്ടുപോയിട്ട് വോട്ട് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് അവൻ്റെ വോട്ടിന് ഒരു പ്രൈവസി കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവനവൻ്റെ മനസ്സിലുള്ള ഒരാൾക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല, ആർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണ്ടെത്തൽ. അപ്പോൾ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത്. ഏതായാലും അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ഈ വിഷയം കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്ന് പരിഹരിക്കേണ്ടതുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഈ നീണ്ട ക്യൂ കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം രാവിലെ ഇരുന്നിട്ട് വൈകുന്നേരം വരെ എണീക്കാൻ പറ്റാതെ, ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും മൂത്രമൊഴിക്കാനും പോലും പറ്റാതെ, പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ഉദ്യോഗസ്ഥകളൊക്കെ വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരവസ്ഥ ഇല്ലാതിരിക്കാൻ ചില ശ്രമങ്ങൾ വേണം. അതിൽ ഒന്നെന്താ വെച്ചാൽ 1300-ലധികം വോട്ടർമാർ ഓരോ ബൂത്തുകളിലുണ്ട്. അവിടെ പിന്നെ യഥാർത്ഥത്തിൽ ഒരു 750-ൽ കൂടുതൽ വോട്ടർമാർ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ബൂത്തിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനത്തെ രീതിയിലേക്ക് ഇത് സെറ്റ് ചെയ്താൽ വളരെ ആയാസകരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലത്തെ ഇപ്രാവശ്യം ഈ ബീപ്പ് സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് വരാൻ വേണ്ടി വൈകി, ആ ഡിലേ വന്നു. ആ ഡിലേ വരുമ്പോൾ സ്വാഭാവികം എന്താ വെച്ചാൽ അത്രയും സമയം ഓരോരുത്തർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമയം എന്ത് ചെയ്യാണ്, വൈകുകയാണ്. പിന്നെ മാത്രമല്ല ആ സൗണ്ട് വളരെ ചെറിയ സൗണ്ടായിരുന്നു.
കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര സൗണ്ട് ആയിരുന്നു. ഇപ്പോൾ ഒരു സ്കൂളിൽ തന്നെ 2-3 ബൂത്തുണ്ടെങ്കിൽ ആകെ ഒരു ഗാനമേള നടക്കണ മാതിരിയുള്ള ഒരവസ്ഥയായിരുന്നു. പക്ഷെ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു സൗണ്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് വേണ്ടത്. ചില പ്രായമുള്ള ആളുകളൊക്കെ ഇതെന്താ ഒച്ചല്ലാത്ത ചോദിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട്, പക്ഷേ സബ്ജക്റ്റ് ആയിട്ടുണ്ടാവും, അവർക്ക് ചെവി കേൾക്കാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ചില ആളുകൾക്ക് ഇതിൻ്റെ ടൈം ലാഗ് ചെയ്തത് കൊണ്ട് അവർ ബട്ടൺ ഞെക്കേണ്ട ഇറങ്ങിപ്പോവും. പിന്നെ അത് സൗണ്ട് വരുമായിരിക്കും, വരാതെ വരുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ ഇയാളെ വോട്ട് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അതൊരു പ്രശ്നം. അതേപോലെ തന്നെ ഈ ASD വോട്ടുകൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ ആബ്സെൻറ്റീസ്, അത് ചെല്ലുന്ന സമയത്ത് നാട്ടിലില്ലാത്തവർ. S എന്ന് പറഞ്ഞാൽ ഷിഫ്റ്റഡ്, അവിടുന്ന് നാട് മാറിപ്പോയ ആൾക്കാർ. D ഡെത്തുമാണ്. ഇതിൻ്റെ ഈ ലിസ്റ്റ് തയ്യാറാക്കാറുള്ളത് സാധാരണ BLOമാരാണ്. അതിൽ നല്ല അമാന്തം വന്നിട്ടുണ്ട്. BLOമാർക്ക് വേറെ കുറേ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് എന്താ വെച്ചാൽ 10, 50, 60, 70 ആൾക്കാരെ ASD ലിസ്റ്റ് ഇവിടെ കൊടുക്കുകയാണ്. ASD ലിസ്റ്റിൽ ഒരാളെ പേര് കണ്ടാൽ അയാൾ പിന്നെ വന്നാൽ എന്താ സംഭവിക്കുക അറിയോ? അതിൻ്റെ പ്രൊസീജിയർ ഭയങ്കരമാണ്. അയാളെ പിന്നെ പ്രത്യേക ഒരു ആപ്പുണ്ട്. ആ ആപ്പിൽ എന്ത് ചെയ്യണം, അയാളെ ഫോട്ടോ എടുക്കണം, അയാളെ ഡീറ്റെയിൽസ് വേണം, അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നിങ്ങൾ വേറെ എവിടെയെങ്ങാനും ഇത് സത്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറ്റം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ശരിക്ക്. അപ്പോൾ അത് അങ്ങനെ ഒരു 10, 50 പിന്നെ ASD വോട്ട് ഒരു ബൂത്തിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെ കൈകാര്യം ചെയ്യാൻ എത്ര സമയം വേണം? അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വിഷയത്തിൽ അടുത്ത പ്രാവശ്യം പരിഹരിക്കേണ്ട വിഷയങ്ങൾ. അതുപോലെ തന്നെ ഫോറങ്ങളുടെ എണ്ണം കുറച്ചുകൂടി കുറക്കണം. അതായത് ഓരോ കൊല്ലത്തിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവും ഏതെങ്കിലും ഒരു ബൂത്തിൽ. ആ ഇഷ്യൂ പരിഹരിക്കാൻ വേണ്ടി മൊത്തം ആ ഫോമാണ് എന്ത് ചെയ്യണം, നില്ലടിച്ചിട്ട് പോരുന്നൊരു അതൊന്നും കൂടി പുതിയ രീതിക്കനുസരിച്ച് എന്ത് ചെയ്യണം, ഒന്നുകൂടി ക്രമീകരിക്കണം എന്ന് തോന്നുന്നു. അതുപോലെ ഈ കൈപുസ്തകം മറ്റു ഭാഷകളിൽ കൂടി തയ്യാറാക്കിയാൽ കുറേ സംശയങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് ദൂരീകരിക്കാൻ പറ്റും. പിന്നെ അങ്ങനത്തെ കുറച്ച്, അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ഓരോ പിന്നെ ബൂത്തുണ്ടല്ലോ, ആ ബൂത്തിലേക്ക് തന്നെ സാധനങ്ങൾ മൊത്തം എത്തിച്ചു കൊടുക്കുക, ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തുക, അവിടുന്ന് തന്നെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുക. ഈ കളക്ഷൻ സെൻറ്ററിൽ വന്നിട്ട് രാത്രി അടിയും പിടിയും കൂടി അവിടെ വരി നിന്ന് ഒരു വലിയ സംഭവമാക്കണമെന്ന് അതിലേക്കൊന്ന് ചിന്തിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ആലോചിക്കാവുന്നത്. അതൊക്കെ ഒരു ഇലക്ഷൻ്റെ ഒരു വിശകലനം എന്നുള്ള നിലക്ക് പൊതുവെ നമ്മുടെ മനസ്സിൽ വന്ന ചില ആശയങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ ഇവിടെ നമ്മൾ തിരുത്തേണ്ട ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ പിന്നെ കേരളം ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് എന്താ വെച്ചാൽ, ഇതിനെ വർഗീയമായി വെട്ടിമുറിക്കാൻ വേണ്ടി പല ആളുകളും പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇവിടെ കണ്ടത്. പൊതുവേ ഇപ്പോൾ BJP ഒരു 2ാം സ്ഥാനത്ത് നിന്ന് ഏറ്റുമുട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടാവും എന്നാണ് പ്രാവശ്യം എല്ലാവരും വിചാരിച്ച്. പക്ഷെ എല്ലാ മണ്ഡലങ്ങൾ പരിശോധിച്ചാലും അവർ ചിത്രത്തിലില്ലാതെ LDFും UDFും തന്നെയാണ് തമ്മിൽ മത്സരം എന്നൊരു പ്രതീതിയാണെന്ത് പൊതുവേ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഒരു ഇലക്ഷൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ചില അനിഷ്ട സംഭവങ്ങൾ ചില സ്ഥലത്തിലുണ്ടായിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ചില സംഗതികൾ, ഒന്ന് കാസർഗോഡ് തളങ്കര എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വീഡിയോ, അവിടെ ഉള്ള പിന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഏതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരുടെ ഒരു വീഡിയോ തയ്യാറാക്കി. ആ വീഡിയോയിൽ ഇന്നിപ്പോൾ എവിടെ നമുക്ക് പ്രോഗ്രാം, അപ്പോൾ എവിടെ പ്രോഗ്രാം എന്ന് ചോദിച്ചുമ്പോൾ ഇന്ന തളങ്കരയാണ്. തളങ്കര എന്നാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയുടെ കുറി മായ്ക്കുന്നു, അതുപോലെ തന്നെ മുണ്ട് മാറ്റിയെടുപ്പിക്കുന്നു, വലതു ഭാഗത്ത് നിന്ന് എടുപ്പിക്കുന്നു, പിന്നെ ചരടൊക്കെ കൈമത്തെ ചരടൊക്കെ അഴിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തിലേക്ക് പോകുമ്പോൾ ഇതൊന്നും പാടില്ല. ഇതൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് അവർ, അപ്പോൾ അത് മുസ്ലിം സമുദായത്തിനെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യുകയാണ്, ഈ സ്ഥാനാർത്ഥിനെ എന്ത് ചെയ്യാണ്, അയാൾ ഇതിന് നിലപാടില്ലാത്ത ഒരാളാണെന്നുള്ള രീതിക്ക് ക്രമീകരിക്കും. അതൊരു മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമുദായത്തെ പ്രതിയാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു രീതി. ഇതിലുള്ള ഏറ്റവും ഖേദകരമായ കാര്യം എന്താ വെച്ചാൽ, ഇത് മറ്റേ എതിർ സ്ഥാനാർത്ഥിയുടെ വാളിലാണെന്ത് ഈ പോസ്റ്റ്, ഈ വീഡിയോ വന്നത്. അത് കുറച്ച് സമയമാണെങ്കിലും അവിടെ വന്നല്ലോ, അത് പോസ്റ്റ് ചെയ്ത ഒരാളുണ്ടല്ലോ, പിന്നെ ഇഷ്യൂ ആയി ചർച്ചയായപ്പോൾ അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അത്തരം ചില സംഭവങ്ങൾ ഈ പിന്നെ നമ്മൾ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വടകരയിൽ ഇത് പിന്നെ ആദ്യത്തെ ഘട്ടത്തിൽ പിന്നെ ശൈല ടീച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായിട്ട് സംസാരിച്ചു എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ ചെയ്തു വന്നു. അത് കട്ട് ചെയ്ത് കണ്ട് പ്രചരിപ്പിച്ചതാണ്. അത് ആര് ചെയ്താലും തമ്മാടിത്താണ്, അത് ശരിയല്ല. അങ്ങനെ അവരൊരു മുസ്ലിം വിരോധിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരുണ്ടാക്കി എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷെ സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഒരു ഫേക്കായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിൽ ഫേക്കായിട്ടൊരു ID ഉണ്ടാക്കി, അത് എന്നിട്ടൊരു ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് എന്ന് വരുത്തി തീർത്ത് അതിൽ ഒരു മെസ്സേജ് പിന്നെ ഇതിവിടെ ഷാഫി മുസ്ലിമാണ് മത്സരിക്കുന്നത്, അയാൾ നിസ്കരിക്കുന്ന ആളാണ്, മറ്റേ ആൾ മുസ്ലിം അല്ല, അപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ അതും അന്വേഷിച്ച് നോക്കുമ്പോൾ പിന്നെ ഫേക്കാണെന്ന് മനസ്സിലായി. പക്ഷെ അങ്ങനത്തെ ഒരു പ്രയോഗം ഇവിടെ ഉണ്ടായല്ലോ.
അപ്പോൾ ഇതൊക്കെ ആര് ചെയ്യുന്നു എന്നുള്ളത് ആരായിരുന്നു അത് അന്വേഷിക്കണം. അത് ഏത് പാർട്ടിയാണെങ്കിലും അത് അന്വേഷിക്കുക. ഈ ജാതി മതപരമായി ഈ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് പോളറൈസേഷന് വേണ്ടി ഉപയോഗിക്കപ്പെടുത്തുക എന്നുള്ളത് എന്തല്ല ശരിയായ ഒരു നിലപാടല്ല. ഇവിടെ പിന്നെ ഒരു ഹിന്ദു പേരുള്ളവൻ ജയിച്ചാൽ അത് ഹിന്ദു ആയതുകൊണ്ടാണെന്നും മുസ്ലിം പേരുള്ളവൻ വിജയിച്ചാൽ അത് മുസ്ലിം ആയതുകൊണ്ടാണെന്നും അതേപോലെ തന്നെ ഹിന്ദു പേരുള്ളവൻ പരാജയപ്പെട്ടാൽ അത് ഹിന്ദു ആയതുകൊണ്ടാണെന്നും മുസ്ലിം പരാജയപ്പെട്ടാൽ അത് മുസ്ലിം ആയതുകൊണ്ടാണെന്നും അങ്ങനെ മതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വിജയത്തെയും പരാജയത്തെയും കഴിക്കുന്ന ഒരു സ്വഭാവം എന്തല്ല നമ്മുടെ കേരളത്തിൽ ഒരു നിലക്കും അതെന്തല്ല യോജിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല. അതാണ് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അത് പിന്നെ ഏറ്റവും ഗുരുതരമായി കാണും. അതുപോലെ തന്നെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ഉണ്ട്. എങ്ങനെയാണ് രാത്രി ആ ഇഷ്യൂ ഉണ്ടായത്? അതായത് അവിടെ രാംലല്ലയുടെ പിന്നെ സംഗതികൾ അവിടെ വന്നു, പൂരത്തിൻ്റെ പതാകയിൽ വന്നു, അത് ചർച്ചയായി. രാത്രി എന്തൊക്കെയാണ് അതിലുണ്ടായത്? അത് ബോധപൂർവം ചില ആളുകൾ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് ആ പൂരത്തെ മതപരമായിട്ട് കൊണ്ടുവന്ന് അതിനെതിരും അനുകൂലവും കൊണ്ടുവന്ന് അങ്ങനെ മതവികാരങ്ങളെ വോട്ടിങ്ങിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു പ്രവണത അത് വളരെ വ്യാപകമായിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഈ 2-3 സംഭവങ്ങൾ ഇപ്രാവശ്യത്തെ നമ്മുടെ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ അപലപിക്കപ്പെടേണ്ടതാണ്. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്തതാണ്. അതേപോലെ തന്നെ ഒരു മുസ്ലിം ഏരിയയിലാണെങ്കിൽ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനങ്ങൾ, ഹിന്ദു ഏരിയയാണെങ്കിൽ അതിന് പറ്റുന്ന രീതിയിലുള്ള അതുപോലെ പരസ്യങ്ങളും, മുസ്ലിം പത്രങ്ങൾക്ക് പ്രത്യേകമായൊരു പരസ്യം, മറ്റു പൊതുപത്രങ്ങൾക്ക് പ്രത്യേകമായൊരു പരസ്യം, ഇതൊക്കെ മനുഷ്യന്മാർ കാണുന്നില്ലേ? ഇതൊന്നും ഒരു ശരിയായ നിലപാടല്ല. ഇവിടെ വോട്ട് ചോദിക്കേണ്ടത് ഇവിടുത്തെ പൗരന്മാർ എന്ന നിലക്കാണ്, മത്സരിക്കേണ്ടത് ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലക്കാണ്. ഒരിക്കലും തന്നെ മതത്തെ അതിനൊരു എലമെൻ്റായിട്ട് ഉപയോഗിച്ച് അത് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്ന രീതി എന്തല്ല ശരിയായ ഒരു സമീപനമല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ കേരളത്തിൻ്റെ ശരിയായ മനസ്സെന്ന് പറയുന്നത് സൗഹാർദ്ദത്തിൻ്റെ മനസ്സാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. അതിൻ്റെ ഏറ്റവും തെളിവ് ഇലക്ഷൻ കാലത്ത് തന്നെ ഉണ്ടായ അബ്ദുറഹീമുമായി ബന്ധപ്പെട്ട കലക്ഷൻ ഉണ്ടായല്ലോ, 34 കോടി രൂപ, ചില്ലറ കോടിയല്ല അത് ഇവിടുത്തെ ഏതെങ്കിലും മതവിഭാഗം കൊടുത്തതാണ്? അതിനുവേണ്ടി പിരിക്കാൻ വേണ്ടി മുന്നിൽ നിന്ന ആളുകൾ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗക്കാരാണോ? അല്ലല്ലോ. ഈ പ്രശ്നങ്ങളൊക്കെ വളരെ കുലങ്കുശമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ കാശ് കളക്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെയുള്ള മനുഷ്യന്മാർ അവനാൻ അധ്വാനിച്ച കാശാണ് അയച്ചു കൊടുക്കണമെങ്കിൽ അത് വിശാലമായൊരു മനസ്സുള്ളവർക്ക് മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങേയറ്റം വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സാഹചര്യം ഇവിടെ പ്രബുദ്ധതയുള്ള മനുഷ്യന്മാർക്കിടയിലില്ല. എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ മതത്തെ വർഗീയമായി ഉപയോഗിക്കാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ ശതമാനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള വസ്തുതയാണ്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ മറ്റുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം? ഇത്തരം വർഗീയ സമീപനങ്ങളുമായി ആര് വന്നാലും അതിൻ്റെ അതിൻ്റെ മുള തുടക്കത്തിലേ നുള്ളിക്കളയാൻ നമ്മൾ തയ്യാറാവണം എന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല. ഇപ്പം ഇന്നലെ എനിക്ക് കോഴിക്കോട് ജില്ലയിൽ നരിക്കുനി എന്ന് പറയുന്ന ഒരു ഉൾപ്രദേശത്തായിരുന്നു എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിൽ സ്വാഗതം പറഞ്ഞത് ഒരു കാഴ്ച പരിമിതിയുള്ള നമ്മളവിടുത്തെ പ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹം സ്വാഗതം പറഞ്ഞ് കഴിഞ്ഞിരുന്ന ശേഷം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ സ്കൂളിലാണ് തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് എങ്ങനെ നിങ്ങൾ പോകാറുള്ളൂ ചോദിച്ചു. അപ്പോൾ ഞാൻ പോകലല്ല, എന്നെ കൊണ്ടുപോകലാണ് പറഞ്ഞു. അതായത് കണ്ണ് കാണൂലല്ലോ, നടക്കാൻ കഴിയുക. അപ്പോൾ ആരാ കൊണ്ടുപോയി, ബൈക്കും വേണം, സ്ഥിരം ആളുണ്ടോയെന്ന് ചോദിച്ചു. അതൊന്നുമല്ല, ഞാൻ ഷർട്ട് ഇട്ടുകൊണ്ട് റോട്ടിൽ കൊണ്ട് ഇറങ്ങിയാൽ അവിടെ ആരെങ്കിലും അപ്പണ് വരും, എന്തെങ്കിലും ബൈക്കിൽ, കാറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എന്നെ എന്ത് ചെയ്യും, സ്കൂളിൽ കൊണ്ടുപോയാൽ. അതിൽ ജാതിയില്ല, മതമല്ല, വർഗ്ഗമല്ല, ഈ നാട്ടിലെ എല്ലാ മതവിഭാഗക്കാരും എന്ത് ചെയ്യും, എന്നെ അങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. എനിക്ക് കണ്ണിൽ കൂടി വെള്ളം വരും നമ്മുടെ നാടിനെ പറ്റി ആലോചിച്ചിട്ട്. അദ്ദേഹം പറയാണ്, ഞാനത് പ്രസംഗത്തിൽ പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തു. ഇതാണ് നമ്മളെ നാട് എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ മതത്തിൻ്റെ പേരിലൊന്നും മാനുഷികമായി എല്ലാവരും ഒന്നിച്ച് നിന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടായിരിക്കണം രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും എല്ലാവരും എന്ത് ചെയ്യേണ്ടത്, മുന്നോട്ട് പോകേണ്ടത് എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. പിന്നെ മുസ്ലിം പക്ഷത്ത് നിന്ന് വരുന്ന സ്ഥാനാർത്ഥികളോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില ആളുകൾക്കുണ്ട് എൻ്റെ ഒരു ഇസ്ലാമിക ഐഡൻറ്റിറ്റി ഏതെങ്കിലും അർത്ഥത്തിൽ പുറത്തേക്ക് എത്തിയാൽ ഞാനൊരു വർഗീയവാദിയായി പോകും എന്ന് വിചാരിക്കേണ്ട കാര്യമല്ല, അങ്ങനെ തോന്നേണ്ട കാര്യമല്ല. അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഇസ്ലാമിൻ്റെ ഷിയാറുകളും കാര്യങ്ങളും എടുത്തണിയുകയോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ 5 വക്ത് നിസ്കരിക്കുന്ന ആളാണെന്ന് വേറൊരാൾ പറയുമ്പോഴേക്കും ഞാൻ ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല. അതാ ഞാൻ നിസ്കരിച്ചുകൊണ്ടും മറ്റേ ആൾക്ക് കുറി തൊട്ടുകൊണ്ടും അവരുടെ മതപരമായ കാര്യങ്ങളൊക്കെ
നിലനിർത്തിക്കൊണ്ട് തന്നെ സെക്യുലറായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരവസ്ഥ വേണം. അപ്പോൾ ചില മുസ്ലിം പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്ന ആൾക്കാരുടെ രീതി എന്താ വെച്ചാൽ, രാഷ്ട്രീയ പ്രവർത്തക രീതി എന്താ വെച്ചാൽ, എനിക്ക് എല്ലാവരും അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അൾട്രാ സെക്യുലറായിട്ട് മാറണം, ഒരു വേള ചിലപ്പോൾ ഇസ്ലാമിനെ കുറച്ചൊന്ന് മോശമാക്കി കണ്ട് പറയുകയും എഴുതുകയും കമൻ്റ് അടിക്കുകയും ഒക്കെ ചെയ്താലേ മറ്റുള്ളവർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിലേക്ക് ആകർഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സ്ട്രാറ്റജി അറിയാതെ ചിലപ്പോൾ ഒക്കെ വന്നു പോകലുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളെ മുൻഗാമികളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇവിടെയുള്ള തലയെടുപ്പുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ പിന്നെ ഇപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള ആളുകളെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവരവരെ മതവിശ്വാസത്തിൽ യാതൊരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. അവരുടെ മതം ആരെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും മുസ്ലിം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ രാജ്യത്തിൻ്റെ ആളാണെന്ന് പറയാറുള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ പറയാൻ അവർക്കും കഴിയണം. എന്നാൽ ഇത് വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചുകൊണ്ട് വർഗീയമായൊരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. പിന്നെ ഇപ്പോൾ ഇലക്ഷനെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ആര് ജയിക്കും എന്നുള്ളതാണ്. അത് ജൂൺ 4 ആകട്ടെ. തീർച്ചയായിട്ടും വളരെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാശിയേറിയൊരു മത്സരം, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ അടുത്തോളം എത്തി നിൽക്കുന്ന തരത്തിലേക്കുള്ളൊരു വാശിയേറിയ മത്സരമാണ് ഈ ഒരു ലോക്സഭാ ഇലക്ഷൻ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനെ വിലയിരുത്തുമ്പോൾ ഒരുപാട് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നേരത്തെ ചില ഉദാഹരണങ്ങളോട് പറഞ്ഞു. എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു ഈ ഒരു ഇലക്ഷനെ? ഇലക്ഷൻ അവസാനിച്ചിട്ടില്ല. യെസ്, അത് ലോക്സഭാ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്വല്പം കാര്യങ്ങളിൽ അഷ്റഫ്ക്കയോട് വിയോജിച്ചും ചില കാര്യങ്ങളിൽ യോജിച്ചുമാണ് നിൽക്കുന്നത്. ഒന്നാമതായിട്ട് എനിക്ക് തോന്നിയത്, നമ്മൾ ഈ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നതും ഈ അധികാര രാഷ്ട്രീയം എന്ന് പറയുന്നതും തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട്. പൊതുവേ ഒരു ഇലക്ഷൻ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് രാഷ്ട്രീയം കൂടെ ചർച്ച ചെയ്യപ്പെടണം. എന്നാലും എനിക്ക് തോന്നിയത് തവണത്തൊരു ഇതിനകത്ത് രാഷ്ട്രീയ വിഷയങ്ങളധികം ചർച്ചയ്ക്ക് വന്നില്ല എന്നുള്ളതാണ്. അധികാര രാഷ്ട്രീയത്തിൻ്റേതായിട്ടുള്ള ഗിമ്മിക്കുകൾ, അതിൻ്റെ ചില തന്ത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള അജണ്ടകൾ സെറ്റ് ചെയ്തുകൊണ്ടാണ് പൊതുവിൽ പ്രചരണങ്ങളൊക്കെ, ആളുകളൊക്കെ ആവേശമൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷേ പ്രചരണങ്ങളൊക്കെ നടന്നത് നമുക്ക് വിലയിരുത്തിയാൽ കാണാൻ പറ്റും. ഇന്ത്യൻ രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 4 ഘടകങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ പ്ലേയിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിലൊന്ന് റിലിജിയനാണ്, മറ്റൊന്ന് കാസ്റ്റാണ്, പിന്നെ ക്ലാസ് ആണ്, പിന്നെ ഒന്ന് ചില വൈകാരിക തരംഗങ്ങളാണ്. ഇപ്പോൾ 71 ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നത് യുദ്ധത്തിന് ശേഷമുള്ള ഒരു ഭയങ്കരമായ വൈകാരിക തരംഗത്തിലാണ്. 77 ജനതാ പാർട്ടി അധികാരത്തിൽ വരുന്നത് അടിയന്തരാവസ്ഥയോടും ഇന്ദിരാഗാന്ധിയോടൊക്കെ ഉള്ളൊരു വിരോധം, അവിടെ ബാക്കി എല്ലാ ഫാക്ടേഴ്സും എന്ത് ചെയ്യുന്നു, മാറി നിൽക്കുന്നു. വീണ്ടും ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്നതും അതുപോലെ തന്നെയാണ്. കാരണം ജനതാ പാർട്ടി ഒരു 2-2.25 കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു, വളർന്നും അകന്നൊക്കെ വെറുപ്പിച്ചു. നമുക്കറിയാം. അതുപോലെ തന്നെയാണ് പിന്നെ രാജീവ് ഗാന്ധിയുടെ ഒരു മരണത്തിന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഒരു വൈകാരിക തരംഗമുണ്ട്. ഒരു ഭാഗത്ത് അങ്ങനത്തെ ഇതുകളുണ്ട്. പിന്നെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ കാസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കേരളത്തിലൊരു പക്ഷേ നമുക്ക് അത്ര ശക്തമല്ലെങ്കിൽ പോലും കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ജാതി, അതിൻ്റെ ജാതി ഘടനകൾ, ഉപജാതികൾ, ഇതൊരു വലിയ ഫാക്ടറായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലാസ് എന്ന് പറയുന്നത്, ക്ലാസ് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ ഇടതുപക്ഷം പോലെയുള്ള അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയമുള്ളവരുടെയൊക്കെ ഒരു പൊതുവായ സ്വഭാവമുള്ള ഒന്നാണ് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വർഗ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത്. അത് വർഗം എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യത്യസ്ത ക്ലാസ്സുകളുണ്ടായത്, പ്രത്യേകിച്ചും സാമ്പത്തിക ഈ അസമത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. ഇതിൽ കോൺഗ്രസും നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം നെഹ്റു ആണെങ്കിൽ സോഷ്യലിസ്റ്റ് ആയിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഈ നാഷണലൈസേഷൻ്റെ പോളിസി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന ടാക്സേഷൻ്റെ ഇതുകൾ, ഇതൊക്കെ ഈ രീതിയിലുള്ള ക്ലാസ് പൊളിറ്റിക്സുമായിട്ട് ബന്ധമുള്ളായിരുന്നു. എന്തിനേറെ ഇപ്പോൾ നമുക്കറിയാം, ഈ രാജീവ് ഗാന്ധി പോലും ലിബറലൈസേഷൻ നടന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് മാർജിനലൈസ് ചെയ്യപ്പെട്ട വിഭാഗങ്ങളുണ്ടായി. അത് ഈ പറയുന്ന ലിബറലൈസേഷൻ്റെ ഗുണം അനുഭവിക്കാൻ പറ്റാതെ പോയ വിഭാഗങ്ങൾ, ഇവർക്കതിൻ്റെ ഒരു എക്കണോമിക്കൽ ബെനിഫിറ്റ് കിട്ടണമെന്നുള്ളതുകൊണ്ട് തന്നെ അതിന് ശേഷം വന്ന മൻമോഹൻ സിംഗ് ആണെങ്കിലൊക്കെ എന്ത് ചെയ്തു, ചില നീക്കുപോക്കുകൾ കൊണ്ടുവന്നു. ഞാൻ കൃത്യമായി പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് പൊളിറ്റിക്സിനെ ഇവിടെ അഡ്രസ്സ് ചെയ്യുകയും അതിനെ ആ രീതിയിൽ രാഷ്ട്രത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിവെച്ചിരുന്നു. എന്നാൽ റിലിജിയനെ, മതത്തെ പരമാവധി ഇതിൽ നിന്ന് അകറ്റി നിർത്താനാണ് കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷ കക്ഷികളാണെങ്കിലും മറ്റ് ഈവൻ കാസ്റ്റ് പൊളിറ്റിക്സ് പ്ലേ ചെയ്യുന്നവർ പോലും ചെയ്തിരുന്നത്. ഇവിടെ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് BJP ശ്രമിച്ചത്. അപ്പോൾ അതിനെ പ്രതിരോധിച്ചിരുന്നവരാണ് മറ്റ് രാഷ്ട്രീയ കക്ഷികളെല്ലാം.
നമുക്കറിയാം ഇപ്പം ഈ വി പി സിംഗ് അധികാരത്തിൽ വരുമ്പോൾ ശരിക്കും സംഭവിച്ചെന്താണ്, ഒരു ഭാഗത്ത് അഴിമതിക്കെതിരെയുള്ളൊരു പോരാട്ടവും വേറൊരു ഭാഗത്ത് അദ്ദേഹം കൃത്യമായിട്ട് മണ്ഡൽ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവന്നിട്ടാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ അപകടമാണ് BJP തിരിച്ചറിഞ്ഞതും. അങ്ങനെ ഈ കാസ്റ്റ് പൊളിറ്റിക്സ് ഉയർന്നു വന്നാൽ ഇനി ഒരിക്കലും തീയില്ല, BJPയുടെ രാഷ്ട്രീയം ക്ലച്ച് പിടിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് രാമരഥയാത്രയും മറ്റേ ഇതിനെതിരെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭമൊക്കെ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇതിനെതിരെയുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലെ യഥാർത്ഥ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് കുറേയൊക്കെ ഒരു ചാലക ശക്തിയായിരുന്നവരാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ കാണുന്ന വെച്ചാൽ ഇത്തവണത്തെ ഒരു ഇലക്ഷൻ എടുത്താൽ ഇതിനകത്ത് വർഗമെന്ന പദമോ വർഗരാഷ്ട്രീയമോ സോഷ്യലിസമോ തൊഴിലാളി വർഗത്തെയൊന്നും കുറിച്ച് പറയുന്ന ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടോ എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടേ ഇല്ല. പകരം അത് അല്പസ്വല്പം ഒരു വേദനിപ്പിക്കുന്ന രൂപത്തിൽ ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞിട്ടല്ല ഞാൻ പറയില്ല, പക്ഷെങ്കിൽ പോലും ഈ മതപരമായ ചില ഐഡൻറ്റിറ്റികളെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നിടത്തേക്ക് അതെത്തി. ഞാനതിൽ പിന്നെ അതിൻ്റെ മറ്റ് ഇതുകളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ CPMൻ്റെ ചില ചാനലുകളാകട്ടെ അതല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള അക്കൗണ്ടുകളാകട്ടെ, ഇതിൽ നിന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് ആരോപണം ഉന്നയിക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ താഴെ വരുന്ന ചില കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ പാലക്കാട്ട് ഞങ്ങൾ BJPക്ക് എന്ത് ചെയ്യും, വോട്ട് ചെയ്യും എന്ന രൂപത്തിൽ പറയുമ്പോൾ ഈ രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്തത് നമ്മളാരുമല്ല, അത് വേറെ ആരാവണം തോന്നിപ്പിക്കുന്ന ഒന്നുണ്ട്. കാരണം നമുക്കറിയാം ഒരു ഭാഗത്ത് ഈ ലവ് ജിഹാദാണെങ്കിലും ക്രിസ്ത്യൻ മറ്റ് വിഭാഗങ്ങളെ പ്രകോപിപ്പിച്ചോ അല്ലെങ്കിൽ അവരെ മുസ്ലിങ്ങൾക്ക് വിരുദ്ധമാക്കിയൊക്കെ എന്താണ് പാനിൽ ആൻ്റണിയൊക്കെ പോലുള്ള ആളുകൾ അത്ര വിഷലിപ്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. PC ജോർജിനെ പോലുള്ള. ശരിക്കും അവരൊന്നും ഇപ്പം എന്തല്ല ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ സംസാരിക്കേണ്ടവരല്ല. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ട് മറ്റൊരു പക്ഷത്തെക്കുറിച്ച് അവരങ്ങനെ കാണാൻ പാടില്ലാത്തതാണ്. പക്ഷെ അവരെയൊക്കെ BJP അവിടെ മൗത്ത് പീസാക്കി മാറ്റി. ഇതേ ഒരു കാര്യം നമ്മൾ നേരത്തെ ഇത്രയൊന്നും വർഗീയ സ്വഭാവമൊന്നും ഇല്ലാത്ത ഒരു തെക്കൻ പ്രദേശത്തേക്ക് കൊണ്ടുവന്നു എന്ന് ഞാൻ കരുതുന്നത്. അവിടെ ഇപ്പം CPMനെ സംബന്ധിച്ചോളം അവരുടെ വോട്ട് ബാങ്ക് ഭൂരിപക്ഷമുള്ള ഇതാണ്. അവർക്കിടയിലേക്ക് ഇത് കൊണ്ടുവന്നു എന്നാണ് ഈ കമൻറ്റ് നമുക്ക് തോന്നുന്നത്. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ CPM അടക്കമുള്ളവർ മനസ്സിലാക്കേണ്ട ഏറ്റവും ഗൗരവമുള്ളൊരു വിഷയമുണ്ട്. വെച്ചാൽ കേരളത്തിലെ ഏറ്റവും ദീർഘമായ വർഗീയ കലാപങ്ങൾ നടന്ന ഒരിടമാണ് തലശ്ശേരി എന്നൊക്കെ പറയുന്നത്. അവിടെ നമുക്കറിയാം ഇരുപക്ഷത്ത് ആര് നിന്നു എന്നുള്ളത്. അങ്ങനത്തെ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് ഒരു കാരണവശാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ചില ഈ രാഷ്ട്രീയ ധാരണകൾ കാരണം ഇങ്ങനെ പോകാൻ പാടില്ല. അതെന്തായാലും എന്താണ് ശ്രദ്ധിക്കേണ്ടതാണ്. അത് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഈ നിലവിൽ ഈ വാളുകളിൽ പോസ്റ്റ് ചെയ്ത ഇതൊക്കെ കാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഒരു ബാധ്യത രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ ഉണ്ട്. അവരതിനെ വളരെ ഗൗരവപൂർവ്വം ഏറ്റെടുത്തത് പിന്നെ ഉടനെ തന്നെ ചെയ്യേണ്ടതുണ്ട്. രണ്ടാമത്തൊരു കാര്യം ചോദിച്ചാൽ ഈ ഒരു നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ട ഈ ഇലക്ഷനകത്ത് നമ്മളൊക്കെ പറഞ്ഞൊരു കാര്യമാണ് എന്തുകൊണ്ട് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞൊരു കാര്യം 18-19 വയസ്സ് പ്രായമുള്ളതെന്ന് വെച്ചാൽ യഥാർത്ഥ കന്നി വോട്ടർമാരുണ്ടല്ലോ, ഈ കന്നി വോട്ടർമാർ യഥാർത്ഥത്തിൽ 4.9 കോടി പുതിയ വോട്ടർമാർ യഥാർത്ഥത്തിൽ ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലൊക്കെ. ഈ നമ്മളിപ്പോൾ ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്ന് പറയുമ്പോൾ കേരളത്തിൽ നേരിയ കുറവേ ഉള്ളൂ, 4% കുറവുണ്ടായിട്ടുള്ളൂ. അതേസമയം UPയിലൊക്കെ ഇത് വെറും 19% നിൽക്കുന്നത്. അത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത അത്രയും വലിയ കുറവാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ 4.9 കോടിയിൽ പിന്നെ ഈ 18-19 വയസ്സുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് 1.8 കോടിയുള്ളൂ എന്നാണ്. എന്ന് വെച്ചാൽ 38% യങ് വോട്ടേഴ്സ് എൻറോൾ ചെയ്യാൻ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായുള്ളൂ എന്നാണ്. അതൊന്നുകിൽ അവരുടെ താല്പര്യക്കുറവാണ് കാണിക്കുന്നത്. രാഷ്ട്രീയ
ഇതിനകത്ത് എൻ്റർ ചെയ്യാനുള്ള താല്പര്യക്കുറവാകാൻ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ട് മുകളിലൊരു ജനറേഷൻ ഉണ്ട്, അതായത് ഈ 25 ക്ലാസ് എന്ന് പറയുന്നത്. ഈ 25 ക്ലാസ്സും ഇതേ അവഗണന രാഷ്ട്രീയത്തോട് കാണിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം 100 കോടിയോട് അടുക്കുകയാണ് ഇന്ത്യയിലെ വോട്ടർമാർ. അതിഭീകരമായിട്ടുള്ളൊരു രാഷ്ട്രീയ പ്രക്രിയയാണ് ഇന്ത്യയിലെ ഇലക്ഷന് ഇതൊക്കെ വരാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ 98-99 കോടിയായി കഴിഞ്ഞു. ഇതിനകത്തൊരു 10-60 കോടി എന്ന് പറയുന്നത് 35 വയസ്സിൻ്റെ താഴെയുള്ളവരാണ്. അപ്പോൾ ഈ വിഭാഗത്തിൽ നിന്നൊരു വലിയ ഒരു സെക്ഷൻ ഇതിൽ താല്പര്യക്കുറവ് കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഈ ഇലക്ഷനിൽ എന്ത് ചെയ്യും, വലിയ ചലനങ്ങളുണ്ടാക്കും, അല്ലെങ്കിൽ പ്രതിഫലിക്കും. പിന്നൊന്ന് എനിക്ക് തോന്നിച്ചാൽ അഖിലേന്ത്യാ തലത്തിൽ എന്തായാലും ഡിസ്പ്ലേസ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മണിപ്പൂരൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ വോട്ട് ചെയ്യാൻ എങ്ങനെ പോകും? കാരണം പലരും താമസിച്ച സ്ഥലത്ത് നിന്ന് മാറേണ്ടി വന്നു, തിരിച്ചു വരാൻ എന്താണ് കഴിയില്ല. അപ്പോൾ എനിക്ക് ഒരു നേരിട്ടൊരു അനുഭവം ഉണ്ടായി. ആസാമിൽ നിന്നുള്ള നമ്മുടെ നാട്ടിലുള്ള ചില ദീർഘകാലമായിട്ട് മുമ്പ് പരിചയമുള്ള സുഹൃത്തുക്കളാണ്, അവർ ആസാമികളാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വോട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു പറഞ്ഞ കാരണം വെച്ചാൽ ഞങ്ങൾ അവിടെ ഞങ്ങൾക്ക് വോട്ടുണ്ട്, പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയൊരു അവസ്ഥയല്ല അവിടെ ഉള്ളത്. ഞങ്ങൾ അവിടെ നിന്ന് എങ്ങാനും വെട്ടിയിട്ട് ഇവിടെ കൊടുന്ന് ചേർത്തു എന്ന് വയ്ക്കാം, തിരിച്ച് ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ചേർക്കാൻ പറ്റുന്നൊരു ഗ്യാരണ്ടി ഇല്ല. ചിലപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ എന്താണ്, ഈ പാകിസ്ഥാനിയാണോ ബംഗ്ലാദേശിയാണോ ഇന്ത്യക്കാരനാണോ എന്നൊക്കെ തെളിയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇവരാരും ഇത് തിരിച്ച് മാറ്റാൻ തയ്യാറില്ല. ഇങ്ങനെ വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ബീഹാറിൽ നിന്നും യു പിയിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, തിരിച്ചുണ്ട്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പിന്നെ ഭയം കുറച്ചൊക്കെ ഇതാണ്. ഈ പറഞ്ഞ പോലെ തന്നെയുള്ള ഈ 25 ക്ലാസ്സിനൊക്കെ സംബന്ധിച്ചോളം അവർക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരിത്. ഞാൻ തന്നെ ഒരു വ്ളോഗിൽ വായിച്ചിരുന്നു, നിങ്ങൾ സ്ത്രീകളുടെ മുന്നേറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് 33% സംവരണം വേണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ യൂത്തിനെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? സ്ഥാനാർത്ഥികൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അതിനകത്തൊക്കെ വൃദ്ധന്മാരുടെ പ്രളയമാണ്. അപ്പോൾ അത് ഒരു പക്ഷേ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടായിരിക്കും. എന്തായാലും ഒരു നിസ്സംഗതയോ കുറച്ചൊക്കെ ഉണ്ടാകാം. എന്തായാലും നമ്മളുടെ ഈ ഒരു സ്കൂളുകളിൽ വരെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് യഥാർത്ഥത്തിൽ അവരെ പൊളിറ്റിക്കലൈസ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ തോട്ട് പ്രോസസ്സിലേക്ക് അവരെ കൊണ്ടുവരുന്നതിൽ എത്തിക്കുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. ഒപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ, എനിക്കൊന്ന് ഇലക്ഷൻ കമ്മീഷൻ, അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഈ ഒരു പന്ത് കളി നടക്കുമ്പോഴേ ഈ റഫറി പിന്നെ വിസിൽ വിളിക്കില്ല എന്ന് വയ്ക്കുക. ഒരു ടീം നല്ല ജെൻറ്റിൽമെന്നായിട്ട് കളിക്കുകയാണ്, മറ്റേ ടീം അങ്ങനെ നിരന്തരം ഫൗളും കളിക്കുകയെന്ന് വെക്കുക. അപ്പോൾ ഇവരിങ്ങനെ റഫറി ആയിട്ട് പോയിട്ട് എന്താണ് കാണിക്കുന്നു, റഫറി അങ്ങോട്ട് നോക്കുന്നില്ല വെക്കുക. ഇത് തുടർന്ന് എന്താ സംഭവിക്കുക, കുറച്ച് കഴിയുമ്പോൾ മറ്റേ ടീമും എന്ത് ചെയ്യും, ഫൗള് കളിക്കാൻ തുടങ്ങും. പിന്നെ അവരുടെ കോച്ച് തന്നെ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് നല്ല ഫൗള് ചെയ്യേണ്ടതെന്നുള്ളത്. ചുരുക്കി ഇറങ്ങാതെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ റഫറി കാരണം അദ്ദേഹം എടുക്കേണ്ട റോള്, അദ്ദേഹം പ്ലേ ചെയ്യേണ്ട റോള് കൃത്യമായി പ്ലേ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഗെയിം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു ഇത് ഉണ്ട്. കാരണം നമുക്ക് കാണാൻ പറ്റുന്നത് പീലീഭത്തിൽ നരേന്ദ്രമോദി നടത്തുന്ന ഒരു പ്രസ്താവന, അതിനുശേഷം ഇപ്പോൾ ഇന്നലെ പോലും കർണാടകയിൽ വന്നിട്ട് നടത്തുന്ന പ്രസ്താവനകൾ, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുൻപിലോ ഇപ്പോൾ ഡൽഹി കോടതിയുടെ മുമ്പിലെത്തിയിരുന്നു. കോടതി എന്ത് ചെയ്തു, അതൊന്നും പിന്നെ അങ്ങനത്തെ ഒരു വിഷയമല്ല എന്നിട്ട് തള്ളിക്കളയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരർത്ഥത്തിൽ BJP സഹായിക്കും. കാരണം അവരുന്നയിക്കുന്ന അതേ രാഷ്ട്രീയം, അതിൻ്റെ മറ്റു സമാന രൂപങ്ങൾ മറ്റുള്ളവരെ കൊണ്ടും ഉന്നയിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഗെയിം പ്ലാൻ ഇതിനകത്തുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ അതിന് വീണു പോകാതെ ശരിയായ രാഷ്ട്രീയം ഉന്നയിക്കുന്ന, അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയം ഉന്നയിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ് നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ ചെയ്യേണ്ടത്. അതാണ് BJPക്ക് ഏറ്റവും വലിയ അടിയായിട്ട് മാറുക. അവരുടെ തകർച്ചയ്ക്ക് അതുകൊണ്ടേ കാരണമാകുള്ളൂ. അപ്പോൾ അത് കാസ്റ്റ് ആണെങ്കിലും ശരി, ക്ലാസ് ആണെങ്കിലും ശരി, ഇക്കണോമിക്കൽ ക്രൈസിസ് ആണെങ്കിലും ശരി, തൊഴിലില്ലായ്മയാണ് ശരി, യഥാർത്ഥ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ടാലും ശരി, കമ്മ്യൂണൽ പോളറൈസേഷനാണ് ശരി, ഇതൊക്കെ എന്ത് ചെയ്യണം, രാഷ്ട്രീയമായി ഉന്നയിക്കാൻ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായി വരിക തന്നെ വേണം. തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പ് ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില തിരുത്തലുകൾ അത്യാവശ്യമാണ് എന്നാണ് പൊളിറ്റിക്കൽ പാർട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ജനങ്ങളും ഒക്കെ അതൊരു തിരിച്ചറിയണമെന്നുള്ള കൃത്യമായൊരു ധാരണയാണ് ഈ ഒരു ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്.